ഇന്ത്യയെക്കുറിച്ച് പറയാറ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ് ഇന്ത്യ എന്നാണ് നമ്മുടെ മഹാത്മാജി പറഞ്ഞത്. അതുപോലെ കുവൈറ്റിൻ്റെ ഒരു സെൻറ്റർ എന്നുള്ളത് ഇതുപോലുള്ള ചെറിയ പട്ടണങ്ങളാണ്. പട്ടണങ്ങളിലെ ചെറിയ ചെറിയ ഇതുപോലുള്ള ചന്തകളുടെ കൂട്ടായ്മയാണ് ശരിക്കും കുവൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫഹീലുള്ള ഒരു ഫേമസ് കൂട്ടം ഓഫ് ചന്തകളാണ് ഫഹീൽ ബസാർ എന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് വളരെ ഡിഫറെൻറ്റ് തലത്തിലുള്ള സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ് യൂണിറ്റിൽ നിന്ന് വാങ്ങാനും അതോടൊപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവായ കാര്യങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പ്രോപ്പർ കുവൈറ്റിയായ നമ്മുടെ സ്വന്തം VK പറയും. പഴയകാല കുവൈറ്റുകൾ ഇപ്പോഴും ഈ ഒരു കോർണറിലാണ് വന്നുകൊണ്ടിരുന്നത്. മെയിൻ മാർക്കറ്റ് തന്നെയാണ് ഇത്, ഫയലിലുള്ള ഫയൽ ബസാർ. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അതിലേക്ക് പോകാം. തലപ്പാവ് മുതൽ ചെരുപ്പ് വരെ എല്ലാ കാര്യങ്ങളും ഈ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മലയാളികൾ, മിസ്രികൾ, അതായത് ഈജിപ്ഷ്യൻസ്, ബംഗാളികൾ, നേപ്പാളികൾ എല്ലാവരുടെ ഷോപ്പുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ആണെങ്കിൽ പല രീതിയിലുണ്ട്. കോസ്റ്റ്ലി മുതൽ കോസ്റ്റ് എഫക്റ്റീവായ ഓപ്ഷൻസുകൾ നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. ബഹളങ്ങൾക്കിടയിൽ പരിചയപ്പെട്ട ചെറിയൊരു പൂച്ചക്കുട്ടി. രസകരമായ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ ക്രൗഡ് വരുന്നത് മെയിനായിട്ടും ലോക്കൽ കുവൈറ്റീസാണ്. അതായത് ലോക്കൽ കുവൈറ്റീസ് അവർ വാങ്ങിക്കുന്ന കാര്യങ്ങൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഷോപ്പുകൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ ഷോപ്പുകളുടെ ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് എന്നുള്ളത്. ഇതൊരു പെറ്റ് ഷോപ്പാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹിന്ദി മ്യൂസിക്കും വളരെ പഴയ മ്യൂസിക്കാണ്. കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു നാടൻ രീതിയിലാണ്. അതുതന്നെയാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകതയും. കുവൈറ്റുകൾ നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ഷോപ്പാണിത്. അതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. മൃഗങ്ങളെയും പറവകളെയും കൂട്ടിലിട്ട് വളർത്തുന്നതിന് പേഴ്സണലി ഞാൻ എതിരാണ്. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തത്. വസ്ത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്ത രീതി, അതോടൊപ്പം മുമ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ, വളരെ ആകാംക്ഷയോടെ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻ, ഇതൊക്കെ നാടിനെ ചെറിയ രീതിയിലെങ്കിലും ഓർമ്മപ്പെടുത്തി എന്നതാണ് സത്യം. ഈ ഒരു ഹോട്ടൽ മിനിമം ഒരു 25 ഇയേഴ്സെങ്കിലായി ഇവിടെ ഇതേ ടേസ്റ്റിലും ഇതേ ക്വാളിറ്റിയിലും കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഷവായി ആണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോഴും അതേ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫയലുള്ളവർക്കെല്ലാം അറിയുന്നൊരു കടയാണ്. ഇതാണ് ഷവായി. നൂറുകണക്കിന് കോഴികളാണ് ഓരോ ദിവസവും അവരുടെ ജീവൻ ഈ അഗ്നിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ടേസ്റ്റി ഭക്ഷണമാകാനുള്ള നല്ല രീതിയിലുള്ള ശ്രമം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ മനോഹരമായ ഫഹീൽ. അതെ, ഒരു പാർട്ടാണ് നിയർ ടു ദ സീ സൈഡ്. UAE-യുമായി പൊതുവെ കുവൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് UAE-യിലെ ചില എമിറേറ്റ്സുകൾ കുവൈറ്റിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ പോലുള്ള സ്ഥലങ്ങൾ. അവിടുത്തെ ആ സ്മോൾ ടൗൺ അതിന് ശരിക്കും നമ്മുടെ കുവൈറ്റിലെ ചില ചെറിയ പട്ടണങ്ങൾ റിസംബിൾ ചെയ്യുന്നുണ്ട്. സോ ഒരു നൈറ്റ് ലൈഫ് കുവൈറ്റിൻ്റെ എന്നുള്ളത് ഓൾമോസ്റ്റ് ബൈ 9 to 10 PM അവസാനിക്കും. പക്ഷെ അതുവരെ നല്ല ക്രൗഡായിരിക്കും. ഏകദേശം എല്ലാ ചെറിയ സിറ്റിയിലും കുവൈറ്റിൽ ഒരു മോൾ, ഒന്നോ അല്ലെങ്കിൽ 2 to 3 മോൾസ്, ഷോപ്പിംഗ് മോൾസ് ഉണ്ടാവും. അതിനനുസരിച്ച് അതിൻ്റെ അടുത്ത് നല്ല ക്രൗഡും ചെറിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സും. അതാണ് കുവൈറ്റിൻ്റെ ഒരു ചെറിയ പ്രത്യേകത. ഇനി നമ്മൾ പോകുന്നത് നാട്ടിലെ തട്ടുകട പോലുള്ളൊരു കുവൈറ്റിലെ തട്ടുകടയിലേക്കാണ്. തക്കാര എന്നാണ് അതിൻ്റെ പേര്. ഫയലുള്ളവർക്കെല്ലാം അറിയാം. ആ തട്ടുകടയെന്ന് പറയുന്നത് നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നാട്ടിലെ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തക്കാര റെസ്റ്റോറൻറ്റ്. തക്കാര റെസ്റ്റോറൻറ്റ് സ്നാക്സ് കഴിക്കാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ VK പറഞ്ഞതുപോലെ ഇത് തക്കാര എന്ന് പറഞ്ഞുള്ള ഷോപ്പാണ്.
ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എത്ര വർഷമായി ശരിക്കും ഈ ഒരു ഷോപ്പുമായിട്ട് നിങ്ങൾക്ക്? തക്കാര ഇവിടെ വന്നിട്ട് തക്കാര ഇവിടെ വന്നിട്ട് എത്ര വർഷം? 8 കൊല്ലമായി അല്ലേ? 8 കൊല്ലം 8 years ആണെന്ന്. പക്ഷേ ഈ ഒരു ഈവനിങ്ങിൽ ഈ ചായക്കട ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വൈകുന്നേരം വന്നിട്ട് 4 മണി തൊട്ടിട്ട് പിന്നെ ഒരു 7 മണി 8 മണി വരെ ആൾക്കാർ വന്നിട്ട് ഭക്ഷണം ഇവിടെ നിന്നിട്ട് വൈകുന്നേരം ചായ കുടിക്കും. നമ്മുടെ നാട്ടിലെ ജോലിക്കാർ ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൈ കുടിക്കുന്നു നാട്ടിൽ തട്ടടയും. അപ്പോൾ അരിയിലുള്ളൊരു സ്പോട്ടാണ്. മോർണിംഗിൽ 8 o'clock ഇട്ടിട്ട് ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം. ചെറുതാണ് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്. അതെ, ഇപ്പം ഞാനും ഓക്കെ ഓഫീസിൽ നിന്ന് ബോറടിക്കുമ്പം ഇങ്ങോട്ട് നടന്നു വരാറും ഇവിടുന്ന് ചായ കുടിക്കാറുണ്ട്. ഗ്രേറ്റ് വൈബ്. സോ ഇതാണ് നമ്മുടെ ഫഹീൽ ബസാറും അതിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നിയർ ബൈ ഗുഡ് പ്ലേസസ് വിസിറ്റ് ചെയ്തത്. വി കെയുടെ ആക്റ്റീവായ ഓക്കെ സൂപ്പർവിഷനിലാണ് ഈ ഒരു വിസിറ്റ് നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്, അതോടൊപ്പം കുവൈറ്റിലാണെങ്കിൽ ലൊക്കേറ്റഡ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ആൾക്കാർ കൂടി കൂടി വരുന്നത്. സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഫഹീൽ.